ഇപ്പോൾ തന്നെ കച്ചവടം ഇല്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ആശങ്കയിലാണ് സ്വർണ്ണ വ്യാപാരികളെല്ലാം തന്നെ. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയൊരു ഭാരമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിപ്പിച്ചു വിടാനുള്ള പിള്ളേര്, ഈ പറഞ്ഞ 28 കെട്ട് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടന്നു പോകാനുണ്ട്. അതിനൊക്കെ ഇനി എങ്ങനെ സ്വർണം വാങ്ങും എന്നുള്ള വലിയൊരു അങ്കലാപ്പിലാണ് ജനങ്ങളും അല്ലെങ്കിൽ കസ്റ്റമേഴ്സും. അതുപോലെ തന്നെ ആണ് സ്വർണ്ണക്കടക്കാരും. ഈ വില കൂടി പൊതുവെ ചിലപ്പോൾ ജനങ്ങൾക്ക് തോന്നാം ഇത് വില കൂടിപ്പോകുന്നതുകൊണ്ട് കച്ചവടക്കാർക്ക് ലാഭമല്ലേ, അതുകൊണ്ട് ലാഭം വാരിക്കൂട്ടാം. പക്ഷെ ഒരു കാര്യം ചിന്തിക്കുക, സ്വർണത്തെ കുറിച്ച് ആൾക്കാര് എങ്ങനെ ഇത് വാങ്ങണമെന്നുള്ള ചിന്ത വരുമ്പോൾ ഇനി കല്യാണങ്ങൾക്കൊക്കെ പണ്ടറിയാമല്ലോ 200 പവനും 100 പവനും 50 പവനും ഒക്കെ പോയിട്ട് ഇത്ര ലക്ഷം രൂപയുടെ സ്വർണം കൊടുത്തേക്കാം എന്നുള്ള രീതിയിലേക്ക് ഇപ്പൊ ആയിരിക്കുകയാണ്. പലർക്കും സ്വർണം വേണ്ട, ക്യാഷായിട്ട് മതിയെന്നാണ് പലരും പറയുന്നത്.